എല്ലാ രാത്രിയിലും ആയിരക്കണക്കിന് ആളുകൾ സ്വപ്നം കാണുന്നു. പക്ഷേ ചിലപ്പോൾ ചില സ്വപ്നങ്ങൾ വ്യത്യസ്തമായി തോന്നുന്നു. അവ ആത്മാവിൽ ഒരു മുദ്ര പതിപ്പിക്കുന്നു. അല്ലാഹു തൻ്റെ ജ്ഞാനത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ ഉള്ളിലൊരു ശാന്തത. എന്നാൽ വ്യത്യസ്തമായ രീതിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ? ആത്മാർത്ഥ ഹൃദയങ്ങൾ മാത്രമേ സ്വപ്നങ്ങളുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ? അല്ലാഹുവിനെ യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്നവർ യാദൃച്ഛികമല്ലാത്തതും എന്നാൽ അദൃശ്യമായ സമ്മാനങ്ങളാവുന്നതുമായ സമ്മാനങ്ങളുള്ള സ്വപ്നങ്ങളാണ്. ജന്നയിലേക്കുള്ള പാതയിലൂടെ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസവും സമാധാനവും പുനഃസ്ഥാപിക്കുന്ന ദിവ്യസ്നേഹ നിമിഷങ്ങളുടെ അടയാളങ്ങൾ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നല്ല സ്വപ്നം പ്രവാചകത്വത്തിൻ്റെ 46 ഭാഗങ്ങളിൽ ഒന്നാണ്. അൽ ബുഖാരിയിൽ വിവരിക്കുന്നത് ഈ സ്വപ്നങ്ങൾ ഉറപ്പുകളല്ല, പക്ഷേ അവ ആത്മവിശ്വാസത്തിൻ്റെ ശക്തമായ ഉറവിടങ്ങളാകാം. നിങ്ങളുടെ ഹൃദയം ഇപ്പോഴും സജീവമാണെന്ന് ആത്മവിശ്വാസം, അല്ലാഹുവുമായുള്ള നിങ്ങളുടെ ബന്ധം യഥാർത്ഥ ആത്മവിശ്വാസമാണെന്ന ആത്മവിശ്വാസം, ഒരുപക്ഷേ നിങ്ങൾ ശരിയായ പാതയിലാണെന്ന് ഇന്ന് ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നു. നിങ്ങളുടെ ആത്മാവിൽ പ്രത്യാശ പകരുന്ന 4 ആഴത്തിലുള്ള ആത്മീയ സ്വപ്നങ്ങൾ ഞാൻ വെളിപ്പെടുത്തും. നിങ്ങളുടെ പരിശ്രമം അല്ലാഹു മറന്നിട്ടില്ലെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്യുക. അവസാനത്തേത് പ്രവാചകൻ മുഹമ്മദ് നബിയെ സ്വപ്നത്തിൽ കാണുന്നത് ഏറ്റവും മനോഹരമായ സ്വപ്നമാണ്. ഒരു വിശ്വാസിക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഏറ്റവും സവിശേഷമായ ആത്മീയ സ്വപ്നങ്ങളിൽ ഒന്നാണിത്. പ്രവാചകൻ പറഞ്ഞു, എന്നെ സ്വപ്നത്തിൽ കാണുന്നവൻ എന്നെ യഥാർത്ഥത്തിൽ കണ്ടതിനാൽ ഇബ്ലീസിന് എൻ്റെ രൂപം സ്വീകരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഉറക്കത്തിൽ അല്ലാഹുവിൻ്റെ ദൂതനെ കാണുന്നത് വെറും ഒരു സ്വപ്നമല്ല, അതൊരു ആത്മീയ സമ്മാനമാണ്. അത് ഹൃദയത്തിൽ എന്നേക്കും തങ്ങി നിൽക്കുന്ന ഒരു നിമിഷമാണ്. പ്രവാചകനോടുള്ള നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമാണെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ് ഇപ്പോഴും ഇസ്ലാമിൻ്റെ വെളിച്ചത്തോട് അടുത്താണെന്നും അല്ലാഹു നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു എന്നതിൻ്റെ അർത്ഥമായിരിക്കാം. നിങ്ങളുടെ ജീവിതം പോരാട്ടങ്ങൾ നിറഞ്ഞതാണെങ്കിലും സ്വർഗം ഉറപ്പു നൽകുന്നില്ല. പക്ഷേ അല്ലാഹു നിങ്ങളിൽ നിന്ന് അകന്നിട്ടില്ല എന്നതിൻ്റെ സൂചനയാണിത്. തുടരുക, നിങ്ങളെ മറന്നിട്ടില്ല എന്ന് പറയാനുള്ള അല്ലാഹുവിൻ്റെ മാർഗമായിരിക്കാം അത്. നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നു. നിങ്ങളുടെ ശബ്ദം സുഗമവും ആത്മവിശ്വാസവും നിറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നിങ്ങൾ വായിക്കാൻ പാടുപെടുന്നുണ്ടെങ്കിലും ഈ സ്വപ്നം ശക്തമാണ്. കാരണം നിങ്ങളുടെ നാവ് പൂർണ്ണമല്ലെങ്കിൽ പോലും നിങ്ങളുടെ ആത്മാവ് അല്ലാഹുവിൻ്റെ പുസ്തകവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. വൈകിയ രാത്രികളിൽ ഈ ശ്രമങ്ങൾ നിങ്ങൾക്ക് ഒരു വാക്യം ഓർമ്മിപ്പിക്കാൻ കഴിയാത്തപ്പോൾ കണ്ണുനീർ. അതിനാൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് ഉറക്കത്തിൽ അവൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ നിങ്ങൾക്ക് പ്രതീക്ഷ നൽകാൻ കഴിയുന്നത് എന്താണെന്ന് അവൻ നിങ്ങളുടെ ഉറക്കത്തിൽ കാണിച്ചു തരുന്നു. നിങ്ങളുടെ ആത്മാർത്ഥത ഞാൻ കാണുന്നു. മൂന്നാമത്തെ സ്വപ്നം വെളിപ്പെടുത്തുന്നതിന് മുമ്പ് ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഒരു നിമിഷം എടുക്കുക. അങ്ങനെ ഇത് നിങ്ങളുടെ കൂടുതൽ സഹോദരിമാരിലേക്ക് എത്തും. നിങ്ങൾ അല്ലാഹുവിനോട് അടുപ്പം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എൻ്റെ സ്വപ്നങ്ങളെയും എൻ്റെ ഹൃദയത്തെയും അല്ലാഹു നയിക്കട്ടെ. എല്ലാ ആഴ്ചയും ആത്മീയമായി വളരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ
3 ദൂതന്മാരെയോ ശാന്തമായ വെളിച്ചത്തെയോ സ്വപ്നം കാണുക. ശാന്തവും സമാധാനപരവുമായ ചൂടുള്ള വെളിച്ചം. ഒരുപക്ഷേ നിങ്ങൾ ഒരു തിളങ്ങുന്ന വ്യക്തിയെ കാണുന്നു. അവർ സംസാരിക്കുന്നില്ല, പക്ഷേ നിങ്ങളുടെ ഹൃദയം ഒടുവിൽ വിശ്രമിക്കുന്നത് പോലെ നിങ്ങൾക്ക് പൂർണ്ണമായും സുരക്ഷിതത്വം തോന്നുന്നു. ഈ സ്വപ്നം പലപ്പോഴും വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുകൾക്കിടയിലോ അവരുടെ ഹൃദയത്തിന് അള്ളാഹുവിൽ നിന്ന് സമാധാനം ആവശ്യമുള്ളപ്പോഴോ ലഭിക്കും. അള്ളാഹു ഖുർആനിൽ പറയുന്നു, തീർച്ചയായും പറഞ്ഞവർ ദൈവം അള്ളാഹു ആണ്. ഉറച്ചു നിന്നുകൊണ്ട് മലക്കുകൾ അവരുടെ മേൽ ഇറങ്ങി വരും. ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യരുത് എന്ന് പറയും. നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് ഈ സ്വപ്നം കാണിക്കില്ലായിരിക്കാം. നിങ്ങളുടെ നിശബ്ദതയിലും ഉറക്കത്തിലും പോലും ഞാൻ നിങ്ങളോടൊപ്പമുണ്ടെന്ന് പറയുന്ന ഒരു സ്വപ്നം. 4 സ്വപ്നങ്ങളിൽ നിങ്ങളെ തന്നെ കാണുമ്പോഴോ ഹജ്ജ് ചെയ്യുമ്പോഴോ നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ മുന്നിൽ നിൽക്കുന്നതായി നിങ്ങൾ കണ്ടെത്തും. ഒരുപക്ഷേ നിങ്ങൾ അത് കറുത്ത കല്ലിനടുത്ത് ദുആ ചെയ്യുകയോ മറവിക്കും ഇടയിൽ കണ്ണുനീർ വീഴുന്ന കണ്ണുനീരോടെ നടക്കുകയോ ചെയ്യാം. നിങ്ങൾ ക്ഷമിക്കപ്പെട്ടതായി തോന്നുന്നു. ഈ സ്വപ്നം നിരവധി വിശ്വാസികളുടെ ഹൃദയങ്ങളെ സ്പർശിച്ചു. അള്ളാഹു നിങ്ങളെ തന്നിലേക്ക് മടങ്ങാൻ ക്ഷണിക്കുന്നു എന്നതിൻ്റെയോ നിങ്ങൾ യാത്ര ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളുടെ ആഗ്രഹം അവൻ സ്വീകരിച്ചിരിക്കുന്നു എന്നതിൻ്റെയോ സൂചനയായിരിക്കാം. എന്നാൽ പണ്ഡിതന്മാർ പറയുന്നത്, പ്രത്യേകിച്ച് ഹൃദയത്തിൽ സമാധാനത്തോടെ മക്കയെ സ്വപ്നം കാണുന്നത് വിശുദ്ധിയുടെ സന്ദേശവും ആത്മീയ ഉന്മേഷവും അള്ളാഹുവിലേക്കുള്ള വാതിൽ ഇപ്പോഴും തുറന്നിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലുമാണെന്ന്. ഇത് ജന്നയുടെ ഉറപ്പല്ല, പക്ഷേ നിങ്ങളുടെ ഹൃദയം ഇപ്പോഴും അള്ളാഹുവിനെ ആഗ്രഹിക്കുന്നുവെന്നും അള്ളാഹു ഇപ്പോഴും നിങ്ങളെ ആഗ്രഹിക്കുന്നുവെന്നും ഉള്ള മനോഹരമായ സ്ഥിരീകരണമായിരിക്കാം. ഈ സ്വപ്നം നിങ്ങളിൽ ഒന്നും കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ അടയാളങ്ങളിൽ ഒന്നും കണ്ടിട്ടില്ലെങ്കിലും സങ്കടപ്പെടരുത്. ചിലപ്പോൾ വിശ്വാസത്തിൻ്റെ ഏറ്റവും ശക്തമായ അടയാളം നിങ്ങളുടെ ഹൃദയം ഇപ്പോഴും അള്ളാഹുവിനെ അന്വേഷിക്കുന്നു എന്നതാണ്. അത് സത്യമാണെങ്കിൽ നിങ്ങൾ ഇതിനകം തന്നെ പാതയിലാണ്.